ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആയിരിക്കും. നമ്മൾ ബീച്ചിലും അതുപോലെ മാളിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് കഴിക്കാറുള്ള സ്വീറ്റ് കോൺ മസാലയുടെ റെസിപ്പി ഉണ്ടല്ലോ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പി ആയിരിക്കും. ഹെൽത്തിയുമായ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ്. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. സ്വീറ്റ് കോൺ മസാല ഉണ്ടാക്കാൻ ഞാനിപ്പോൾ 2 സ്വീറ്റ് കോണാണ് എടുത്തിട്ടുള്ളത്. സ്വീറ്റ് കോൺ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും. നമുക്ക് ആദ്യം ഇതിൻ്റെ പുറത്തുള്ള സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ചോളം പച്ച വളരെ ഹാർഡായിരിക്കും. പച്ചയോടെ കഴിക്കാനൊന്നും പറ്റൂല. പക്ഷേ ഈ സ്വീറ്റ് കോൺ നമ്മൾ പച്ചയോടെ തന്നെ ഇത് എടുത്ത് കഴിക്കുമ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ടാവും. ഇത് ഇങ്ങനെ തന്നെ ആയിട്ട് സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഇതിനെ ഓരോ അല്ലിയാക്കിയിട്ട് മാറ്റണം. ഇതുപോലെ ഓരോന്നും അല്ലിയാക്കിയിട്ട് മാറ്റണം. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഒരു പാനിൽ അല്പം വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ അല്ലിയാക്കി വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം പഞ്ചസാരയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ 4 മിനിറ്റോളം ഇതിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ വെള്ളത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് അരിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇതിൽ നിന്നും വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടോട് കൂടെ തന്നെയാണ് ഉള്ളത്. ചൂടോട് കൂടെ തന്നെ നമുക്കിതിലേക്ക് മസാല ചേർക്കണം. ഇതിനായിട്ട് ഇപ്പം ഞാൻ 1 തക്കാളി വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 1 സവാളയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ തക്കാളിയും സവാളയും മല്ലിയിലയും ഒക്കെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 2 നാരങ്ങയുടെ നീരും കൂടെ അങ്ങ് ചേർക്കാം. 2 നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ 1 ചേർത്താലും മതി കേട്ടോ. പുളിപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 നാരങ്ങയുടെ നീര് ചേർക്കുക, അല്ലാത്തവരാണെങ്കിൽ 1 മതി. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ചൂടോട് കൂടെ തന്നെ വേണം കേട്ടോ ഇതൊക്കെ ചേർക്കാൻ. കാരണം ചൂടോട് കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ സവാളയും അതുപോലെ തക്കാളിയും ഇതിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വരും. അതിന് വേണ്ടിയിട്ടാണ് ചൂടോടെ തന്നെ ചേർക്കണം എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? സൂപ്പർ മാർക്കറ്റിൽ നിന്നും അതുപോലെ മാളിൽ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡിഷാണിത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറും 5 മിനിറ്റ് കൊണ്ട് സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിനായിട്ട് വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്നെഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.